ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് രണ്ടാമത്തെ വ്ളോഗാട്ടോ. രണ്ടാമത്തെ വ്ളോഗാകുമ്പം ഒബ്വിയസ്ലി ഇത് നമ്മുടെ കല്യാണ വീഡിയോ ആയിരിക്കും. അങ്ങനെ അടിപൊളിയായിട്ട് തന്നെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്നും അങ്ങനെ ഞാൻ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ കല്യാണത്തിൻ്റെ തലേദിവസവും അതുപോലെ തന്നെ കല്യാണത്തിൻ്റെ സാരിയും അതുപോലെ കല്യാണ ബ്ലൗസ് ഇതങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ കല്യാണത്തിൻ്റെ ഒരു കുട്ടി വീഡിയോയും കൂടി ആയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. എൻ്റെ വീഡിയോയുടെ ക്യാമറ വർക്കൊക്കെ ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം നന്തൻകൂടിനുള്ള ഒരു ക്രസ്റ്റ് വെഡിങ് ഫോട്ടോഗ്രാഫറാണ്. നല്ല അടിപൊളി ഫോട്ടോഗ്രാഫിയും അതുപോലെ തന്നെ അടിപൊളി വീഡിയോ ഒക്കെയാണ് ആൾ സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, കാരണം അവസാന നിമിഷം കിട്ടിയ ഒരു ക്യാമറാമാൻ ആയിരുന്നു. വലിയ പ്രതീക്ഷ ഇല്ലാതെ നിന്നുകൊണ്ടാണ് തോന്നുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളാണ് ആൾ ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. വളരെ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ക്യാമറാമാനാണ്. ആളുടെ ഡീറ്റെയിൽസ് കൂടെ ഞാൻ ഈ ഒരു വീഡിയോയുടെ അടിയിൽ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്താവശ്യം വന്നാലും പുള്ളിനെ വിളിച്ചാൽ മതി. പുള്ളി എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് തന്നെ ചെയ്തു തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോയിട്ട് വരാം. നാളെയാണ് കല്യാണത്തിൻ്റെ തലേന്ന് രാത്രിയുള്ള കുറച്ച് കലാപരിപാടികളാണ് ഈ കാണിക്കുന്നതെല്ലാം. ലാസ്റ്റായിട്ട് ഒരു കുട്ടി ക്ലീനപ്പ് കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രക്തചന്ദനമാണ് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. രക്തചന്ദനമൊക്കെ നല്ലോണം പുരട്ടിയപ്പോഴേ ഒരു കാര്യം ഓർത്തി, കയ്യിലൊക്കെ നല്ലോണം ടാൻ അടിച്ചിരിപ്പുണ്ട്. അപ്പോൾ കയ്യിൽ നമ്മൾ കോഫിയുടെ ഒരു സ്ക്രബ്ബ് കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് അതെല്ലാം വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മളൊരു ഫേസ് മാസ്ക് കൂടെ, ചാർക്കോൾ ഫേസ് മാസ്ക് കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ രാത്രി മെഹന്തി ഇടാനായിട്ട് തുടങ്ങുന്നത്. ഞാനല്ല മെഹന്തി ഇട്ട്, എൻ്റെ ഫ്രണ്ട് ബാനുവാണ് എനിക്ക് മെഹന്തി ഇട്ട് തന്നിട്ടുള്ള. സ്റ്റെൻസിൽ വെച്ചിട്ടും കുറേ അവൾ സ്റ്റെൻസിൽ വെച്ചിട്ടു, ബാക്കി അവൾ കൈവച്ച് വരച്ചു. അങ്ങനെ അടിപൊളിയായിട്ട് ഇട്ട് വന്നു. ഇത് അടുത്ത ദിവസം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് മേക്കപ്പ് ചെയ്യാനായിട്ട് പോവാണ്. മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ കല്യാണത്തിന് ഇടുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, അതൊന്ന് പോയി കണ്ടിട്ട്. കല്യാണത്തിന് നമുക്ക് 2 സാരി ചേഞ്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ സാരിയാണ് നമ്മളന്ന് തൃശ്ശൂർ ജയലക്ഷ്മിയിൽ നിന്ന് എടുത്ത് നമ്മൾ ഫസ്റ്റ് വ്ളോഗായിട്ട് കാണിച്ചിട്ടുള്ളത്. ഇനി ആദ്യത്തേത് സാരിയല്ല, ഇത് നേരിയതും കൊണ്ടാണ്. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് ബാലരാമപുരത്തുള്ള SS ഹാൻഡ്ലൂംസിൽ നിന്നാണ്. ബ്ലൗസായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് സിൽക്ക് മെറ്റീരിയലാണ്. നല്ല ബോട്ടിൽ ഗ്രീൻ കളറിലുള്ള സിൽക്ക് മെറ്റീരിയലിലെ ബ്ലൗസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് പെറ്റൽസ് എന്ന് പറയുന്ന നെയ്യാറ്റിക്കരയുള്ളൊരു ഷോപ്പിലാണ് ഞാനിത് തയ്ക്കാനായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒത്തിരി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. കയ്യിലും കഴുത്തിലൊക്കെ ആയിട്ടുള്ള അത്രയും ഹാൻഡ് വർക്കിന് വേണ്ടിയിട്ട് മാത്രം 3000 റുപ്പീസാണ്. പിന്നെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ സെപ്പറേറ്റ് റേറ്റ് ആണ്. ഈ കാണിക്കുന്ന ബ്ലൗസ് എന്ന് പറയുന്നത് നമ്മൾ തൃശ്ശൂരിൻ്റെ അടുത്ത സാരിയില്ല, ആ സാരിയുടെ ബ്ലൗസാണ്. ഇതിൽ ഞാൻ എക്സ്ട്രാ ആയിട്ട് ആ ഒരു ഹാങ്ങിങ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഭയങ്കര മഹിമയിൽ വെച്ചിട്ടായിരുന്നു മേക്കപ്പും കാര്യങ്ങളൊക്കെ. അങ്ങനെ എൻ്റെ മേക്കപ്പ് ആദ്യമേ കഴിഞ്ഞു. അതിന് ശേഷം ചേട്ടൻ്റെ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഞങ്ങൾ 2 പേരും റെഡിയായിട്ട് നേരെ കല്യാണം കഴിക്കാനായിട്ട് കൃഷ്ണൻകോവിലോട്ട് പോവാണ്. അപ്പോൾ ബാക്കി വീഡിയോസ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജാനകി, ഞങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലായിട്ട് 5 വർഷമാവാൻ പോവാണ്. എൻ്റെ പേര് സൂരജ് എന്നാണ്. തൃശ്ശൂരാണ് സ്ഥലം. ആളുകൾ ട്രിവാൻഡ്രമാണ്. ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പായിരുന്നു ഞങ്ങളുടെ. കുറേ അടികളും അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇപ്പം സെറ്റായി. ഒത്തിരി എക്സൈറ്റഡ് ആയിട്ടിരുന്ന അവസാനം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ഹാപ്പി ആയിട്ടാണ് ഇന്നത്തെ ഒരു ദിവസം നിൽക്കുന്നത്. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കും.